നമസ്കാരം, ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. കുതിക്കുന്ന ആരോഗ്യരംഗം. നിർണയ കേരളത്തിലെല്ലായിടത്തും സർക്കാരിന്റെ അതിവിപുലമായ ലാബ് ശൃംഖല വരുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരം പ്രതിരോധം. ജലാശയങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യാൻ ഡിവൈഎഫ്ഐ രംഗത്തിറങ്ങും. വാഹനാപകടം. ചികിത്സയിലിരുന്ന സിറാജ് സബ് എഡിറ്റർ ജാഫർ അബ്ദുറഹീം മരിച്ചു. അയ്യപ്പ സംഗമം നടത്താം. ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടാനില്ലെന്ന് സുപ്രീം കോടതി. ഇത് പച്ചപ്പിൻ മ്യൂസിയം. കണ്ണൂർ സെൻട്രൽ ജയിലിലെ ട്രീ മ്യൂസിയം പുരസ്കാര നിറവിൽ കൂടാളി. ലാബ് ശൃംഖല വരുന്നു. കേരളത്തിൽ നിർണയ എന്ന പേരിൽ അതിവിപുലമായ ലാബ് ശൃംഖല വരുന്നു. അടിയന്തര പ്രമേയത്തിന് മറുപടിയായി ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയ പ്രസംഗത്തിലാണ് ഈ കാര്യം പ്രഖ്യാപിച്ചത്. കേരളത്തിലെ 885 ആരോഗ്യ കേന്ദ്രങ്ങളിലും CHCകളിലുമാണ് നിർണയ എന്ന പേരിൽ ലാബ് ശൃംഖല വരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്ത ദിവസം തന്നെ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും കോൺഗ്രസിനെ കൈവിട്ട് AK ആന്റണിയും. മുത്തങ്ങയിലും ശിവഗിരിയിലും പഴി തനിക്ക് മാത്രം, കോൺഗ്രസ് ഒപ്പമുണ്ടായിരുന്ന് AK ആന്റണി. UDF സർക്കാരിന്റെ കാലത്ത് മുത്തങ്ങയിലും ശിവഗിരിയിലും ഉണ്ടായ പോലീസ് വേട്ടയിൽ പഴി തനിക്ക് മാത്രമായെന്ന് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ AK ആന്റണി. 21 വർഷം മുമ്പ് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങിയത് ആണ്. താൻ ഡൽഹിക്ക് പോയിട്ടും തന്റെ കാര്യങ്ങൾ പറയാൻ ആരുമില്ലാതെ ഗതി വന്നു. ഇന്നലെ നിയമസഭയിലും ഏകപക്ഷീയമായ ആക്രമണം നേരിട്ടു. നിയമസഭയിൽ കഴിഞ്ഞ ദിവസം വന്ന ചർച്ചയിൽ UDF അംഗങ്ങൾ തന്നെ സംരക്ഷിക്കാൻ തയ്യാറായില്ലെന്ന് പരാതിപ്പെടുകയായിരുന്നു ആന്റണി. ജീവിച്ചിരുന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മറുപടി പറയാമെന്നാണ് കരുതിയത്. എന്നാൽ ഇപ്പോൾ മറുപടി പറയേണ്ടി വന്നു. താൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവനെയാണ്. എന്നാൽ തനിക്ക് ഏറ്റവും വേദനയുണ്ടാക്കിയ കാര്യം 1995 ശിവഗിരിയിൽ നടന്നു. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം പോലീസിനെ അയക്കേണ്ടി വന്നു. നടന്ന സംഭവങ്ങൾ നിർഭാഗ്യകരമാണ്. മുത്തങ്ങ സംഭവത്തിൽ അതിയായ ഖേദമുണ്ടെന്ന് AK ആന്റണി പറഞ്ഞു. ആദിവാസികളെ ചുട്ടുകരിച്ചെന്ന് പഴികേട്ടു. മുത്തങ്ങ വന്യജീവി സങ്കേതമാണ്. അവിടെയാണ് കുടിൽ കെട്ടിയത്. മുത്തങ്ങയിലെ പോലീസ് നടപടിയെക്കുറിച്ചുള്ള CBI റിപ്പോർട്ടും ശിവഗിരിയിലെ ജസ്റ്റിസ് ബാലകൃഷ്ണൻ നമ്പ്യാർ കമ്മീഷൻ റിപ്പോർട്ടും മാറാട് കലാപത്തിലെ റിപ്പോർട്ടും പുറത്തുവിടണമെന്നും AK ആന്റണി പറഞ്ഞു. അയ്യപ്പ സംഗമം നടത്താം. ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടുന്നില്ലെന്ന് സുപ്രീം കോടതി. ആഗോള അയ്യപ്പ സംഗമം നടത്താൻ അനുമതി നൽകിയ ഹൈക്കോടതിയുടെ ഉത്തരവിൽ ഇടപെടാനില്ലെന്ന് സുപ്രീം കോടതി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി 20-ന് പമ്പയിലാണ് ആഗോള അയ്യപ്പ സംഗമം. ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിൽ ഭരണഘടനാ മതത്വ ലംഘനമില്ലെന്ന് ഹൈക്കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അയ്യപ്പ സംഗമത്തിന് വേണ്ടി ദേവസ്വം ബോർഡോ സർക്കാരോ പണം ചെലവഴിക്കുന്നില്ലെന്നും സർക്കാർ വിശദീകരിച്ചു. ഇടുക്കിയിൽ നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞ് അപകടം. 2 തൊഴിലാളികൾ മരിച്ചു. ഇടുക്കിയിൽ കെട്ടിട നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞ് അപകടം. മണ്ണിടിഞ്ഞിൽപ്പെട്ട 2 തൊഴിലാളികൾ മരിച്ചു. മൂന്നാർ ചിത്തിരപ്പുരത്താണ് അപകടമുണ്ടായത്. റിസോർട്ട് നിർമ്മാണം നടക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. വാഹനാപകടം. ചികിത്സയിലായിരുന്ന സിറാജ് സബ് എഡിറ്റർ ജാഫർ അബ്ദുറഹീം മരിച്ചു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സിറാജ് സബ് എഡിറ്റർ ജാഫർ അബ്ദുറഹീം മരിച്ചു. കണ്ണൂർ സ്വദേശിയാണ്. 4 ദിവസം മുമ്പായിരുന്നു അപകടം. രാത്രി ഡ്യൂട്ടി കഴിഞ്ഞു പോകുമ്പോൾ സിറാജ് ഓഫീസിന് മുന്നിൽ വെച്ച് കാറിടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. നിംസിൽ തീവ്ര പരിചരണത്തിനായിരുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരം പ്രതിരോധം. ജലാശയങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യാൻ ഡിവൈഎഫ്ഐ രംഗത്തിറങ്ങും. അമീബിക് മസ്തിഷ്ക ജ്വരം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ രംഗത്തിറങ്ങാൻ ഡിവൈഎഫ്ഐ. സംസ്ഥാനത്തെ ജലാശയങ്ങൾ ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡുകൾ ക്ലോറിനേറ്റ് ചെയ്യുമെന്ന് സംസ്ഥാന സെക്രട്ടറി VK സനോജ് അറിയിച്ചു. അമീബിക് മസ്തിഷ്ക ജ്വരത്തെ പ്രതിരോധിക്കുവാൻ ആരോഗ്യവകുപ്പ് ജലാശയങ്ങൾ ശുചീകരിച്ച് ക്ലോറിനേറ്റ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇതിനോട് സഹകരിച്ചാകും സംസ്ഥാന വ്യാപകമായി ജലാശയങ്ങൾ ശുചീകരിക്കാനും ക്ലോറിനേറ്റ് ചെയ്യാനും ഡിവൈഎഫ്ഐ രംഗത്തിറങ്ങുക. പ്രൈമറി അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് എന്ന രോഗം നെയ്ഗ്ലേരിയ ഫൗളേരി മൂലമുണ്ടാകുന്ന അപൂർവ തലച്ചോർ അണുബാധയാണ്. മസ്തിഷ്കം ഭക്ഷിക്കുന്ന അമീബ എന്ന് വിളിക്കപ്പെടുന്ന നെഗ്ലേറിയ ഫൗളേറി തടാകങ്ങൾ, നദികൾ, മോശമായി പരിപാലിക്കപ്പെടുന്ന നീന്തൽക്കുളങ്ങൾ, വെള്ളക്കെട്ടുകൾ എന്നിവിടങ്ങളിലെ അടിത്തട്ടിലെ ചെളിയിലാണ് കാണുന്നത്. ചെളി കലർന്ന മലിനമായ വെള്ളം മൂക്കിൽ പ്രവേശിക്കുമ്പോഴാണ് ഈ രോഗബാധ സാധാരണ ഉണ്ടാവുന്നത്. നന്നായി ക്ലോറിനേഷൻ നടത്തി ശുചീകരിച്ച ജലാശയങ്ങളിൽ ഈ അമീബ വളരാനുള്ള സാധ്യത വിരളമാണ്. രോഗപ്രതിരോധത്തിന് ശക്തമായ നടപടികളാണ് ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടുള്ളത്. രാജ്യത്താദ്യമായി ചികിത്സാ മാർഗരേഖ പുറത്തിറക്കിയത് കേരളമാണ്.
ചികിത്സയ്ക്കും പ്രതിരോധത്തിനും കർമ്മ പദ്ധതിയും ആവിഷ്കരിച്ചു. ക്ലോറിനേഷൻ, ശുചീകരണം, വീടും സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ചുള്ള ബോധവൽക്കരണം, അവാർഡ് സ്ഥാപിക്കൽ തുടങ്ങിയവ കൃത്യമായ ഇടവേളകളിൽ നടത്തി. ജപ്പാനിൽ നിന്ന് മിൽറ്റിഫോസ് എന്ന മരുന്ന് എത്തിച്ചു. അമീബ ശരീരത്തിൽ പ്രവേശിക്കാതിരിക്കാൻ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിശദ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. മലിനജലത്തിൽ നിന്നാണ് രോഗം പടരുന്നത് എന്ന നിഗമനത്തിനപ്പുറം മറ്റ് സാധ്യതകളെക്കുറിച്ച് പഠനം നടത്താൻ മൈക്രോബയോളജി ലാബ് ഉപയോഗപ്പെടുത്തി. മെഡിക്കൽ കോളേജുകളിലെ മൈക്രോബയോളജി ലാബിൽ പരിശോധനാ സംവിധാനം ഒരുക്കുകയും തിരുവനന്തപുരം സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബിൽ ഏത് അമീബയാണെന്ന് കണ്ടെത്താനുള്ള സംവിധാനമൊരുക്കുകയും ചെയ്തു. പ്രാഥമിക പരിശോധനാ ഫലം നോക്കി ചികിത്സ ആരംഭിക്കാനാകുന്നത് പ്രതിരോധത്തിൽ നിർണായകമാണ്. ഹൈബ്രിഡ് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. പാട്യം ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വർഷത്തിലെ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകളുടെയും തൈകളുടെയും വിതരണം നടത്തി. വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് NV ഷിനിജ നിർവഹിച്ചു. പദ്ധതി പ്രകാരമുള്ള തക്കാളി, വെണ്ട, മുളക്, വഴുതന തൈകളും പാവൽ, ചീര, വെള്ളരി, പയർ, പൊട്ടിക്ക എന്നിവയുടെ വിത്തുകളുമാണ് വിതരണം ചെയ്തത്. ഗുണഭോക്താക്കളായ 447 കർഷകർക്കാണ് വിതരണം ചെയ്തത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T. സുജാത, കൃഷി ഉദ്യോഗസ്ഥരായ അശ്വതി, അനു ഗോപിനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു. ക്യാമ്പയിന്റെ ഭാഗമായി പഞ്ചായത്ത് പരിധിയിൽ അനധികൃത മാലിന്യ നിക്ഷേപ സ്ഥലങ്ങൾ കണ്ടെത്തി സമയബന്ധിതമായി ശുചിയാക്കും. ഓഫീസുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ തുടങ്ങിയ പൊതുസ്ഥാപനങ്ങളിൽ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ഊർജിതമാക്കും. സ്വച്ഛതാ പ്രവർത്തകർക്കുള്ള ആരോഗ്യ പരിശോധന ക്യാമ്പുകളും ആരോഗ്യ സുരക്ഷാ പദ്ധതി വിവരങ്ങളും നൽകുന്നതിനായി ഏകജാലക ക്യാമ്പുകൾ നടത്തും. പഞ്ചായത്ത് പരിധിയിലെ എല്ലാ പൊതുസ്ഥലങ്ങളും സന്നദ്ധ സംഘടനകളുടെ പിന്തുണയോടെ ശുചിയാക്കും. ജൈവ, അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ചു നിക്ഷേപിക്കുന്നതിനുള്ള നീല, പച്ച നിറങ്ങളിലുള്ള ബിന്നുകൾ സ്ഥാപിക്കും. മാലിന്യത്തിന്റെ ഉറവിടത്തിലുള്ള തരംതിരിവ്, ഹരിതചട്ട പാലനം എന്നീ വിഷയങ്ങളിലുള്ള സന്ദേശങ്ങൾ പ്രദർശിപ്പിക്കും. നവംബർ 1 വരെയാണ് ശുചിത്വോത്സവം. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. വത്സല, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ N. ശശീന്ദ്രൻ, T. K. മോളി, അസിസ്റ്റന്റ് സെക്രട്ടറി റീജ, വാർഡംഗം സീമ, ശുചീകരണ തൊഴിലാളികൾ, പൊതുജനങ്ങൾ എന്നിവർ പങ്കാളികളായി. മാലിന്യമുക്ത നാട് എന്ന സന്ദേശവുമായി ശുചിത്വോത്സവം 2025 തുടക്കമായി. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് നഗര ഗ്രാമീണ മേഖലകളിലെ ശുചിത്വ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി ചിറക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശുചിത്വോത്സവം 2025 തുടക്കമായി. പുതിയ തെരു ഹൈവേയിൽ നടന്ന പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ശ്രുതി നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് P. അനിൽകുമാർ അധ്യക്ഷനായി. ചിന്ത ഹോം ലൈബ്രറി 3ാം പതിപ്പിന്റെ ഗൾഫ് എഡിഷൻ തുടങ്ങി. UAE സാംസ്കാരിക സംഘടനയായ മാസിന്റെ ഓണാഘോഷ വേദിയിൽ വെച്ച് ചിന്ത ഹോം ലൈബ്രറി 3ാം പതിപ്പിന്റെ ഗൾഫ് എഡിഷന്റെ ഉദ്ഘാടനം M. സ്വരാജ് നിർവഹിച്ചു. മാസ് പ്രസിഡന്റ് ഹാരിസ് അധ്യക്ഷനായി. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര, ജനറൽ സെക്രട്ടറി ശ്രീപ്രകാശ്, ക്ഷേമനിധി ബോർഡ് അംഗവും LKS മെമ്പറുമായ NK കുഞ്ഞാമത്, NTV ചെയർമാൻ മാത്തുക്കുട്ടി കടോൺ, ലോക കേരള സഭാംഗം മോഹനൻ P എന്നിവർ സന്നിഹിതരായിരുന്നു. മാസ് ജനറൽ സെക്രട്ടറി ബിനു കോറം സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ബഷീർ കാലടി നന്ദിയും പറഞ്ഞു. അറിവാണ് ലഹരി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഓഫീസിന്റെ നേതൃത്വത്തിൽ തളിപ്പറമ്പ്, പയ്യന്നൂർ താലൂക്ക് പരിധിയിലുള്ള വിമുക്തി ക്ലബ്ബ് പ്രവർത്തിച്ചു വരുന്ന ഹൈസ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി അറിവാണ് ലഹരി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. ഇടൂഴി മാധവൻ നമ്പൂതിരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളായ കൃഷ്ണവേണി S. പ്രശാന്ത്, R. തേജസ്വിനി എന്നിവർ 1ാം സ്ഥാനം നേടി. കരിവള്ളൂർ AV കുഞ്ഞമ്പു സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളായ P. ആര്യനന്ദ, ധനുരാഗ് നമ്പ്യാർ എന്നിവർ 2ാം സ്ഥാനവും മാതമംഗലം CPN സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളായ PV അദ്വിനി കൃഷ്ണ, AP അഭിരാം എന്നിവർ 3ാം സ്ഥാനവും നേടി. മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ ടീം ജില്ലാതല മത്സരത്തിൽ പങ്കെടുക്കും. തളിപ്പറമ്പ് മുത്തേടത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ നടന്ന പരിപാടി തളിപ്പറമ്പ് റേഞ്ച് ഇൻസ്പെക്ടർ എബി തോമസ് ഉദ്ഘാടനം ചെയ്തു. തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ VV ഷാജി, മുത്തേടത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർ രത്നാകരൻ മാസ്റ്റർ, KK കൃഷ്ണൻ, എക്സൈസ് ഉദ്യോഗസ്ഥർ, അധ്യാപകർ എന്നിവർ പങ്കെടുത്തു. പുരസ്കാര നിറവിൽ കൂടാളി. ഹരിത കേരള മിഷന്റെ മികച്ച പച്ചത്തുരുത്തിനുള്ള ജില്ലാതല പുരസ്കാരം കൂടാളി പഞ്ചായത്തിന്. പഞ്ചായത്തിലെ നെടുങ്കുളം പുഴയോരം പച്ചത്തുരുത്ത് സ്ഥാപിച്ച് പരിപാലിക്കുന്നതിൽ ഭരണസമിതി നടത്തിയ ശ്രദ്ധേയ പ്രവർത്തനമാണ്
പുരസ്കാരത്തിന് അർഹമാക്കിയത്. വിനോദസഞ്ചാര വകുപ്പിന്റെ ഡെസ്റ്റിനേഷൻ ടൂറിസം ചലഞ്ച് പദ്ധതിയിലൂടെ ജില്ലയുടെ വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം പിടിച്ച നെടുംകുളം കടവ് പാർക്കിന് മികച്ച പച്ചച്ചുരുത്തെന്ന നേട്ടം കുറഞ്ഞ കാലം കൊണ്ടാണ് കൈവരിക്കാനായത്. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ TN സിമയിൽ നിന്നും പുരസ്കാരം പഞ്ചായത്ത് പ്രസിഡന്റ് PK ഷൈമ, വൈസ് പ്രസിഡന്റ് P പത്മനാഭൻ, K ദിവാകരൻ, PC ശ്രീകല എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്ത ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.